അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു സേമിയ പായസം. വെറും സേമിയ പായസമല്ല, കാരമൽ സേമിയ പായസം. ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സേമിയ പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് വേണ്ടതും. ഒന്ന് ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമാവുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അതേമാതിരി തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തിരി നെയ്യിൽ സേമിയവും അണ്ടിയും മുന്തിരിയും വറുത്ത് വെക്കുക. സാധാ ചെയ്യണ മാതിരി തന്നെ വറുത്ത് വെക്കുക, അത് മാറ്റി വെക്കുക. ആദ്യം ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിന് വേണ്ടത്. സെയിം സാധനങ്ങളൊക്കെ തന്നെ അത് തന്നെ വേണ്ടുള്ളൂ. പിന്നെ ഒരു ഇത്തിരിയുള്ള നെയ്യില്ലേ നമ്മൾ വറുത്ത് വെച്ചാൽ ബാക്കിയുള്ളതിലേക്ക് ഒരു ബൗള് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് കാരമലൈസ് ചെയ്യാം. നല്ലോണം കാരമലൈസ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളറാവൂലേ, അപ്പോൾ ഇതിങ്ങനെ കട്ട കുത്തി എന്നൊക്കെ വിചാരിക്കുന്നത് അതേമാതിരിയൊക്കെ ആവും കേട്ടോ. ഇങ്ങനെ ആവുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും, അയ്യോ ഫ്ലോപ്പായി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നും ആവില്ല കേട്ടോ. ഇത് പഞ്ചസാരയാണ്, പിന്നെ അലിയും. ചൂടാവുമ്പോൾ പിന്നെയും അലിഞ്ഞ് പിന്നെയും കുറച്ചും കൂടി ഹീറ്റായതിൻ്റെ ശേഷം കേട്ടോ ഇങ്ങനെ ആവാം, നല്ലൊരു ബ്രൗൺ കളറിലാവും. അപ്പോൾ നമ്മൾ സെയിം എടുത്ത പഞ്ചസാരൻ്റെ അതേ അളവിൽ മിൽക്ക് മെയ്ഡ് അതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം നല്ലോണം കട്ട കുത്തി എന്തോ ഒരു ഇതാവും, പിടിച്ച് നമുക്ക് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാൻ പറ്റാത്ത പോലെ ആവും. അതും നിങ്ങളൊന്നും ബേജാറാവണ്ട, അതങ്ങനെ തന്നെ അവിടെ നിന്നോട്ടെ. അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുക. കുറച്ച് സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാനൊന്നും കഴിയൂല കേട്ടോ. വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതൊക്കെ ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് ചെയ്തതിൻ്റെ ശേഷം അപ്പം തന്നെ നമ്മൾ പാലൊഴിക്കണം. ഞാനൊരു പാക്ക് സേമിയത്തിൻ്റെ പാക്കിന് 4 പാക്ക് പാലെടുത്തേക്കണം. അപ്പോൾ 2 ലിറ്റർ 500-ൻ്റെ ആണ്. അപ്പോൾ 2 ലിറ്റർ പാലെടുത്തേക്കണം. അപ്പോൾ അത് ഫുൾ നമ്മൾ ഒഴിക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആ മിക്സിങ്ങിലാണ് ആ കട്ട കുത്തിയതൊക്കെ പോകും കേട്ടോ. ചൂടായിട്ട് പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ഈ പാലിലേക്ക് മെൽറ്റായിട്ട് നല്ലോണം അലിയും. അങ്ങനെ നല്ലോണം അലിഞ്ഞതിൻ്റെ ശേഷം ഒരു തള ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ഏലക്കായി ചതച്ചിട്ടോ ഇനി വേണേൽ പഞ്ചസാരയിൽ പൊടിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ചേർക്കാം. ഒക്കെ എങ്ങനെ ചെയ്യണം മാതിരി അങ്ങനെ ചെയ്യാം. ഞങ്ങളിങ്ങനെ വെറുതെ പൊടിച്ചിടലേ ഉള്ളൂ, കുത്തിയിടലേ ഉള്ളൂ. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെ സേമിയ നല്ലോണം ഇതേമാതിരി തിളയ്ക്കണം കേട്ടോ. ആ തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ച സേമിയ ഇടുക, അതും നല്ലോണം മിക്സ് ചെയ്യുക. ഈ സേമിയയും പെട്ടെന്ന് ഇടുമ്പോൾ ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും. പിന്നെ ഇളക്കും തോറും അത് ലൂസായി വേറിട്ട് പോകും. എന്താ വെച്ചാൽ ഇതിൽ മെഴുക്കുള്ളതിനെ കൊണ്ട്, മെഴുക്കല്ല കേട്ടോ നെയ്യുള്ളതിനോണ്ട് നല്ലോണം ലൂസായിട്ട് വേഗം വിട്ട് മാറും. തിളയ്ക്കുന്നതിനനുസരിച്ച് അത് മാറിക്കിട്ടും. പിന്നെയാണ് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്, കുറച്ച് വാനില എസൻസ്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും ആ പായസത്തിന്. ഒരിത്തിരി ആ ഒരു മൂടിക്ക് ഒരു അരപ്പാത്രം ഞാൻ ഒഴിച്ച് അതും ഒഴിച്ച് വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും ഇട്ടതിന് ശേഷം അടുപ്പത്ത് നിന്ന് ഓഫ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാട്ടോ നമ്മളെ പായസം. ഒരു പപ്പടും പഴമൊക്കെ കൂട്ടി കഴിച്ചാൽ ഉഷാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.